ഇത്തവണത്തെ ഒളിമ്പിക് ഡേ ദിനത്തിൻ്റെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് പ്രോജക്റ്റ് എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ സംസ്ഥാനത്തും 2036 നടക്കുന്ന ഒളിമ്പിക്സിനെ വരവേൽക്കുവാനായിട്ട് 2036 വൃക്ഷത്തൈകൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടണമെന്നാണ്. KOA തീരുമാനിച്ചു എല്ലാ ജില്ലകളിലും 2036 വൃക്ഷത്തൈകൾ വീതം സ്കൂളുകളിലും കോളേജുകളിലും നടുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം 19-ാം തീയതി നിയമസഭാ അങ്കണത്തിൽ വെച്ച് നടത്താൻ കഴിയും എന്നാണെന്ന് മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുള്ളത്. അന്ന് മുഖ്യമന്ത്രിയും സ്പീക്കറും അടക്കം എല്ലാ പ്രതിപക്ഷ നേതാവടക്കം എല്ലാ മന്ത്രിമാരെയും MLA-മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വൃക്ഷത്തൈ നടൽ ഉദ്ഘാടനം അസംബ്ലി ഇതിനകത്ത് ക്യാമ്പസിനകത്ത് നടക്കും. അത് 19-ാം തീയതി രാവിലെ. അത് കഴിഞ്ഞിട്ട് 23-ാം തീയതിയാണ് നമ്മളെ ഒളിമ്പിക് ഡേ റൺ നടക്കുന്നത്. 13 ജില്ലകളിലും ഒളിമ്പിക് ഡേ റണ്ണായിട്ടും തിരുവനന്തപുരത്ത് മാത്രം ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഫൺ റൺ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. സാധാരണ എവിടെ ഏഷ്യൻ ഗെയിംസ് നടന്നാലും അതിനു മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ഏഷ്യൻ രാജ്യത്ത് ഒരു ഫൺ റൺ നടക്കേണ്ടതായിട്ടുണ്ട്. ഇത്തവണ അത് അനുവദിച്ചത് ഇന്ത്യക്കാണ്. അത് മാഡത്തിൻ്റെ ആവശ്യപ്രകാരം അത് കേരളത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഫൺ റണ്ണാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് 23-ാം തീയതി വൈകിട്ട് 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാനിക്കും. ആ ഫൺ റണ്ണിൽ ഗവർണർ, മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രിമാർ, MLA-മാർ, ഒളിമ്പ്യന്മാർ, എല്ലാ ഒളിമ്പ്യന്മാരും പരമാവധി സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ഒളിമ്പ്യന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റണ്ണാണ് നടക്കുന്നത്. ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും തിളക്കമാർന്ന ഏറ്റവും പങ്കാളിത്തമുള്ള റണ്ണാണ് 23-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നടക്കാമെന്ന് മേയർ അതിൻ്റെ രക്ഷാധികാരിയാണ്. അതുപോലെ തന്നെ 24-ാം തീയതി രാവിലെ സ്പോർട്സ് സെമിനാർ സുബ്രഹ്മണ്യ ഹാളിൽ വെച്ച് നടക്കുകയാണ്. അതിൽ നമ്മുടെ ഒളിമ്പ്യന്മാർ എല്ലാം പങ്കെടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. 24-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് ഒളിമ്പിക് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് മീറ്റിംഗ് തിരുവനന്തപുരത്ത് കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കാൻ പോകുന്നത്. അത് ഹയാത്തിൽ വെച്ചിട്ട് 24-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കുന്നുണ്ട്. എല്ലാ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർമാരും ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തുന്നുണ്ട്. അതുപോലെ തന്നെ 24-ാം തീയതി വൈകിട്ട് 5 മണി കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുമായിട്ട് ഡിസ്കസ് ചെയ്തതിൻ്റെ പ്രകാരം ഒരു 5-നും 6-നും ഇടയ്ക്ക് കേരളവും കേരളത്തിലെ സ്പോർട്സ് മേഖലയും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ആയിക്കൊണ്ട് സഹകരിച്ചുകൊണ്ട് എങ്ങനെ കേരളത്തിലെ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചർച്ച അവിടെ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ച് ഗവൺമെൻറ്റും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ കമ്മിറ്റി മെമ്പർമാരുമായിട്ട്. അതിനുശേഷം 7 മണിക്ക് ഒളിമ്പിക് അസോസിയേഷൻ IOA ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഗെറ്റ് ടുഗദറിൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ വിശിഷ്ടാതിഥികളിലേക്കും അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വിപുലങ്ങളായ പരിപാടിയാണ് ഈ വർഷം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിനെ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന റണ്ണായിരിക്കും, ഫൺ റണ്ണായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. അതുപോലെ ഏഷ്യൻ ഒളിമ്പിക്കിൻ്റെ നമുക്ക് സാധാരണ ഇവിടെ ഒളിമ്പിക് നടക്കുമ്പം കേരള ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും മാത്രമായിട്ട് നടക്കുന്നത്. ഇത്തവണ അങ്ങനെയല്ല. കേരള ഒളിമ്പിക് അസോസിയേഷന് പുറമെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലും ഇത് മൂന്നും കൂടെ ചേർന്നുള്ള ഫണ്ടാണ് നടക്കുന്നത്. ഏഷ്യൻ ഒളിമ്പിക്കിൻ്റെ ആളുകളടക്കം ഇതിൻ്റെ ഈ റണ്ണിൽ പങ്കാളികളാവുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരിപാടി. ഇതെല്ലാം മുഴുവൻ പരിപാടിയും കേരളത്തിലെമ്പാടും ഈ വൃക്ഷത്തൈ നടൽ കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും സ്കൂളുകളിലും ചെയ്യാനായിട്ട് ഒറ്റ ദിവസം എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ചെയ്യാനുള്ള വേണ്ട നിർദ്ദേശം കൊടുക്കാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയ മീറ്റിങ്ങിൽ തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടികളെല്ലാം വിജയിപ്പിക്കാൻ ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി, അതുപോലെ തന്നെ സ്പോർട്സ് മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി, അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും മാഡം ഒക്കെ കൂടെ പങ്കെടുത്തുകൊണ്ട് മീറ്റിംഗിൽ ധാരണയായിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ പരിപാടിയായിട്ട് ഇത് മാറാൻ പോവുകയാണ്.
ഫണ്ട് പങ്കെടുക്കാനായിട്ട് ഏതെങ്കിലും ഗവൺമെൻറ് ഏതെങ്കിലും സീനിയർ ആയിട്ടുള്ള ആളുകൾ ചേരുന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യാം. സ്കൂളുകളിൽ നമ്മൾ എല്ലാ സ്കൂളുകൾക്കും നമ്മൾ ഇത് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം, അവരുടെ ടീഷർട്ടിൻ്റെ സൈസ്, മറ്റു കാര്യങ്ങളെല്ലാം അയച്ചിട്ടുണ്ട്. അവർ അറിയിക്കുന്നവർക്ക് അവർക്ക് ടീഷർട്ടും മറ്റുമൊക്കെ വിതരണം ചെയ്യും. അതുപോലെ തന്നെ കായിക താരങ്ങൾക്ക് അല്ലാതെ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ വൃക്ഷത്തൈ നടന്ന ഏതൊക്കെ സ്കൂളുകളാണ്, അവർക്ക് എവിടെയാണ് വൃക്ഷത്തൈ എത്തിക്കേണ്ടത്, ആ സംബന്ധിച്ച് എല്ലാ ഡീറ്റെയിൽസും സ്കൂളുകൾ അറിയിപ്പും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഓൺലൈൻ ഇതും തുടങ്ങിയിട്ടുമുണ്ട്. ജനറലി നമുക്ക് അങ്ങനെ ഒരു ഒളിമ്പിക് റൺ സ്കൂൾ കുട്ടികൾക്കെല്ലാം ഫ്രീ ആണ്. സ്കൂൾ കോളേജ് കുട്ടികൾക്കെല്ലാം ഫ്രീ ആണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്കൂളുകൾക്ക്, അതുകൊണ്ട് ഏറ്റവും ഫോറസ്റ്റ് ചെടി നടുന്നതിൽ പങ്കാളികളാകുന്ന സ്കൂളുകൾക്ക് അവർക്കെല്ലാം തന്നെ OCA മെഡല്, പ്രത്യേകമായ മെഡല് കൊടുക്കുന്നുണ്ട്. അല്ല, ഇന്ന് CMൻ്റെ മീറ്റിങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള കളക്ടർ അടക്കമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അതനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം CMൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതവർ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്.